ഹലോ ഗൈസ്, ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ഗ്ലൂട്ടത്തൈൻ ടാബ്ലറ്റ് ഉണ്ടാക്കിയല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനും പിന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനും ഒക്കെ നല്ലതാണെന്ന് ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത്. ശരിക്കും ABC ജ്യൂസ് പോലെ തന്നെയാണ് കേട്ടോ. ABC ജ്യൂസിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ എക്സ്ട്രാ ഞാനൊരു 4 നെല്ലിക്കയും പിന്നെ കുറച്ച് ഇഞ്ചും കൂടെ. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഡെയിലി നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് കുറേ കാലം ഇത് യൂസ് ചെയ്യാൻ പറ്റുമേ. ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പം ഞാൻ എന്താ എല്ലാം കൂടെ ഒരു മിക്സർ ജാറിനകത്ത് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അരയാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അരിച്ചെടുക്കുവാണ്. ഇത് അരിച്ചെടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊരു ഐസ് ട്രേയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സിൽക്കൻ മൗൾഡിനകത്തോ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. പിന്നെ ഇതാ ബാക്കി വന്ന ജ്യൂസ് ഞാനൊരു ബോട്ടിലാക്കിയിട്ട് അതും ഫ്രീസറിൽ വെക്കും. പിന്നെ നമ്മൾ കുറച്ച് അധികമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി. പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുമ്പോൾ എല്ലാം നല്ല ഐസ് ക്യൂബ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക, എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ക്യൂബ് എടുത്ത് ആ ചൂടുവെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഗ്ലൂട്ടത്തൈൻ ടാബ്ലറ്റ് അലിഞ്ഞു വരും പോലെ ഇത് അലുത്ത് വരും കേട്ടോ. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് കുടിച്ചാൽ മതി. ഞാനിത് രാവിലെ വെറും വയറ്റിലാട്ടോ കുടിക്കുന്നത്. എന്തായാലും കുറച്ച് നാളൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാലോ. എന്തായാലും നല്ലതായിരിക്കും, കാരണം ബീട്രൂട്ടും ക്യാരറ്റൊക്കെ അല്ലേ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതെന്തായാലും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഞാനിത് കുടിച്ച് നോക്കിയപ്പോൾ എനിക്ക് എന്തോ അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബീട്രൂട്ടിൻ്റെ ഒരു ചുവ മുന്നോട്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനകത്ത് കുറച്ച് തേനും കുറച്ച് നാരങ്ങാനീരും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ബാക്കി വന്ന ക്യൂബ്സ് ഒക്കെ ഇതുപോലെ ഒരു ടിന്നിലിട്ട് അടച്ച് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഓരോന്ന് നമുക്ക് എടുക്കാൻ ഈസി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.